ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഒരു അടിപൊളി കേക്ക്. ഇന്ന കേക്ക് ഒന്നുമില്ല, ക്രീമായിട്ട് നല്ലൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പോലെ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പോലത്തെ ഒരു നല്ലൊരു കേക്ക്. അപ്പോൾ ആ കേക്ക് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾ ഒരു യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, എന്നാലും എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എൻ്റെ വക ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ സാധനങ്ങൾ, ഇത് ഒരു 1.5 കപ്പ് മൈദ, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂട്ടിയിട്ട് അരിപ്പയിൽ തരിച്ച് വെച്ചതാണ്. 2-3 വട്ടം തരിക്കണത്, അങ്ങനെ തരിച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊരു 1.25 കപ്പ് പഞ്ചസാര ഉണ്ട്, മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 4 കോഴിമുട്ട, അതേപോലെ വിപ്പിംഗ് ക്രീം. ഇതിപ്പോൾ അത്യാവശ്യം വില കുറവുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് പല കമ്പനികളുടെയും അവൈലബിൾ ആണ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ. നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് വാങ്ങാം. ഇതൊരു 1/2 കിലോ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ചോക്ലേറ്റ് നമുക്ക് വേണം, പിന്നെ വാനില എസൻസ്. ഇനി നമുക്ക് ഈ കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. നമ്മൾ കോഴിമുട്ട ഉടക്കാം. നമുക്ക് ആദ്യം ഒന്ന് കോഴിമുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ഒരു ലേശം നമുക്ക് വാനില എസൻസ് ഇതിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പഞ്ചസാര ഇതിലോട്ട് ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. കേക്കാകുമ്പോൾ അത്യാവശ്യം മധുരം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് സംഭവം, അതായത് ഒരേ സൈഡിലോട്ട് തന്നെ ബീറ്റ് ചെയ്യാണ് ബെറ്റർ. കേക്കിൻ്റെ ആ ഒരു ബബിൾസൊക്കെ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടേ ഒരേ സൈഡിലോട്ട് തന്നെ ബീറ്റ് ചെയ്യാണ് ബെറ്റർ കേട്ടോ. എന്നാലാണ് കേക്ക് അതിൻ്റെ ഒരു കറക്റ്റ് തിക്നെസ്സിലായിട്ട് വരുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ബീറ്റ് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഇതൊരു ആ തിക്നെസ്സിലിങ്ങനെ വരുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് മൈദ ഇട്ടിട്ട് ഒരിക്കലും ബീറ്റ് ചെയ്യരുത് കേട്ടോ. മൈദ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ ശരിയാവില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് സാധനം. മൈദ നമ്മൾ കുറച്ച് നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുമിച്ച് ഒരിക്കലും ഒറ്റയടിക്കാൻ പണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് മിക്സ് ആക്കരുത്. മൈദ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരേ വശത്തോട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാൻ പാടില്ല, കേക്ക് ശരിയാവില്ല. ഒരേ സൈഡിലോട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് അതിൻ്റെ മിക്സിങ്. ഒന്നിങ്ങനെ ചുറ്റുക, പിന്നെ നടുവിലൊന്ന്. അങ്ങനെ നമ്മൾ അവസാനത്തെ മൈദ ഇട്ടു. അത്യാവശ്യം തിക്നെസ്സായി വന്നിട്ടുണ്ട്. നമ്മൾ കേക്ക് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ഇനി നമ്മൾ കുക്കർ കാണിച്ചു തരാം. കുക്കറിൽ നമ്മൾ ഇതുപോലെ ആദ്യം ഇതുപോലെ ഒരു റിങ് നമ്മൾ ഇറക്കി വെക്കുക കുക്കറിൽ കേട്ടോ. കുക്കറിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിന് പാകമായ ഒരു പാത്രം എടുത്തിട്ട് ഇതിനകത്ത് ഞാൻ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓയിൽ പുരട്ടിയിട്ട് അത് ഇതിലോട്ട് ഇറക്കി വെക്കുക. ഏകദേശം നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ആ പാത്രം റിങ്ങൊക്കെ എടുക്കുക.
ഓക്കെ, ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് കേക്കിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിക്കുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ജെർക്ക് ചെയ്യിക്കുക, ഇങ്ങനെ തട്ടിയിട്ട്. കാരണം ഒന്ന് സെറ്റാവാനേ, ആ പാത്രത്തിൽ നമ്മൾ ഒഴിച്ച പാത്രം ഒന്ന് സെറ്റാവാണ്ട്. കുറച്ചോനെ ഇതൊക്കെ പടപ്പോൾ പോവുമോ. നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, കുക്കർ വെച്ചു. ചെറിയ തീയിൽ നമ്മളൊരു അരമണിക്കൂർ വെക്കണം കേട്ടോ. ഇടയ്ക്ക് തുറന്നു നോക്കാൻ പാടില്ല. കുക്കറിൻ്റെ മൂടി നമ്മൾ വിസിൽ ഊരണം കേട്ടോ. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുക്കർ ഒന്ന് ചൂടായിട്ട് കുറച്ച് കൊടുത്താലും മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കരുത്. നമ്മൾ പണ്ട് ചെടികളൊക്കെ കുഴിച്ചിട്ടാൽ വേര് വന്നിക്കണമെന്ന് ഇടയ്ക്ക് നോക്കൂലേ, അതേപോലെ നിങ്ങൾ ഇടയ്ക്ക് എടുത്ത് നോക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ ഉണ്ട് നോക്കാം ആദ്യം. എന്നിട്ട് അതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്ത് മഴ ആയ കാരണം അകത്തേക്ക് കയറി ഞങ്ങൾ. ഇതാ കേക്ക് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീം എടുത്തിട്ടുണ്ട്, വിപ്പിംഗ് ക്രീം. പിന്നെ നമ്മളിതൊരു ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള ഒരു പ്ലേറ്റിലാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്തേ ക്രീം ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പെട്ടെന്ന് ഇത് തണുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചു, നമുക്കിങ്ങനെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടേ. നമ്മൾ ഫസ്റ്റ് കുറച്ച് ക്രീം ഇതിൽ നമ്മളൊന്നിങ്ങനെ ഇത് ഷുഗർ സിറപ്പാണ് കേട്ടോ. ഓക്കെ, റെഡി ആയിട്ടുണ്ട് കേട്ടോ.
കേക്ക് റെഡിയായി. കേക്ക് റെഡി ആകുമ്പോഴത്തിന് നേരം ഇരുട്ടായി. എന്തായാലും കേക്ക് അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഭംഗിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ നേരെ ഇരുട്ടായ കാരണം ശരിക്കും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. പിന്നെ ഇത് നമ്മൾ എന്തായാലും ഒരു 4-5 മണിക്കൂർ ഇനി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, എന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ, സീ യു.